ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗൺ വെൽവെറ്റ് കേക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അല്ല, റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ബാറ്റർ നമ്മൾ മിക്സിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. മൈദയ്ക്ക് പകരം നമുക്ക് ആട്ടപ്പൊടിയിലും ഈ കേക്ക് ചെയ്യാം. പിന്നെ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1.5 സ്പൂൺ കൊക്കോ പൗഡറുമാണ് ചേർക്കേണ്ടത്. പിന്നെ വേണ്ടുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാനാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് ഓയിലും 3/4 ഗ്ലാസ് പാലും, തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഞാൻ ചേർത്തത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം ചേർക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. 1 സ്പൂൺ വാനില എസൻസും 1 സ്പൂൺ വൈറ്റ് വിനീഗറും ചേർക്കുക. അപ്പോൾ വൈറ്റ് വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കരുത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ അടിച്ചെടുക്കേണ്ട, ഒരു 3 to 4 സെക്കൻഡ്സ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഓറഞ്ച് കളറാണ് കേട്ടോ ആഡ് ചെയ്തത്. അതാകുമ്പോൾ നമ്മളുടെ കേക്കിന് നല്ല ബ്രൗൺ കളർ കിട്ടിക്കോളും. കാരണം നമ്മൾ ഓൾറെഡി കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് റെഡിയായി വരുമ്പോൾ നമ്മളെ കേക്ക് ബ്രൗൺ കളറിൽ കിട്ടും. നമ്മളെ ബാറ്റർ ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു കേക്ക് ട്രേ ഓയിൽ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കൂടുതൽ ബബിൾസ് വരാതിരിക്കാൻ സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം മിക്സിയുടെ ജാറിൽ അടിച്ചതുകൊണ്ട് നല്ല എയർ ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം നമുക്ക് ബട്ടറോ ഗീയോ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കേക്കിന്. നമ്മൾ ഈ കേക്ക് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുക്കർ ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റിങ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കേക്ക് ട്രേ ഇറക്കി വെച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. കുക്കറിന് വിസിലും ആവശ്യമില്ല, വാഷറും ആവശ്യമില്ല. അപ്പോൾ ഒരു 45 to 50 മിനിറ്റ്സ് ആണ് കേട്ടോ എൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് ആകാതെ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യരുത്. കാരണം കുക്കാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. 45 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ വിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. കേക്ക് ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, പെട്ടെന്ന് ഇളവി വന്നിട്ടുണ്ട്. പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇവിടെ ഒരു മിക്സിയുടെ ജാറ് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലാണ് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം പൗഡറും 2 സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കുറച്ച് പാലും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല കട്ടിയായി വന്നതിന് ശേഷം വേണം കേട്ടോ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കാം. വിപ്പിംഗ് ക്രീം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ആ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു കത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് നന്നായി തണുത്തതിന് ശേഷമേ കട്ട് ചെയ്യാമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ആ പൊടിഞ്ഞു പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, അല്ലാതെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും പൊടിഞ്ഞു പോകാതെ. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ടേൺ ടേബിളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലൊരു പ്ലേറ്റിൻ്റെ പുറത്ത് ജസ്റ്റ് കേക്ക് വയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മുകളിലത്തെ ഭാഗമാണ് കേട്ടോ നമ്മൾ ആദ്യം വെച്ചത്. ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിന് ഞാൻ 4 സ്പൂൺ വെള്ളത്തിൽ 2 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്തത്.
ഇനി ഇതിലേക്ക് നമ്മളുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം നമുക്ക് ഇതുപോലൊരു കത്തി യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കത്തി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കേക്ക് പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു സ്പൂൺ യൂസ് ചെയ്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ലെയറാണ് നമ്മൾ മുകളിൽ വെക്കുന്നത്. കാരണം അത് നല്ല ലെവലായിട്ടിരിക്കുന്ന ഭാഗമായിട്ട് അത് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ കത്തി വെച്ച് സ്പ്രെഡ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഇതുപോലൊരു കുഞ്ഞ് സ്പൂൺ കൊണ്ട് ക്രീം സ്പ്രെഡ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ സൈഡിലൊക്കെ നല്ല ഫിനിഷിങ് ആയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുത്തത് മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം സൈഡൊക്കെ. അപ്പം സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ക്രീം തേച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് വെച്ച് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ആ ക്രീമിൻ്റെ ഭാഗമൊക്കെ അങ്ങ് മറഞ്ഞു പോകും. അപ്പോൾ മുകളിലത്തെ ഭാഗം നല്ല ലെവലായിട്ട് ക്രീം തേച്ച് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ക്രംസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കേക്ക് മിക്സിയുടെ ജാറിലിട്ട് ആ മുകളിലത്തെ ഭാഗം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ ക്രംസ് കൊണ്ട് നമുക്ക് സൈഡ് ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡെക്കറേഷൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. സൈഡൊക്കെ നല്ല ഫില്ലായി വരുന്ന രീതിയിൽ നമുക്ക് ഈ കേക്ക് ക്രംസ് കൊണ്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു അടപ്പുണ്ടല്ലോ, ബോട്ടിലിൻ്റെയൊക്കെ ഒരു അടപ്പെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി ഭാഗം കൂടി കേക്കിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടി ഒന്ന് കേക്ക് ക്രംസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ അടപ്പെടുത്ത് മാറ്റുമ്പോൾ ആ ഒരു റൗണ്ട് കിട്ടുമല്ലോ, അവിടെ നമുക്ക് എന്തെങ്കിലും പേരോ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതാൻ ആ ഒരു ഭാഗം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡെക്കറേഷൻ കാണിക്കുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് റെഡിയായി. അതുപോലെ നമുക്ക് പേരൊക്കെ എഴുതി പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്